തൃശൂർ പെരിഞ്ഞനത്ത് വീടുകളിൽ വെള്ളം കയറി 20ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. പെരിഞ്ഞനം ഗവൺമെന്റ് യു പി സ്കൂളിലാണ് ഇവർക്കായി ക്യാമ്പ് തുറന്നിരിക്കുന്നത്. MS ലിഷോയ് വിവരങ്ങളുമായി ചേരുകയാണ്. ലിഷോയ്, പെരിഞ്ഞനം ഭാഗത്തൊക്കെ സാധാരണ രീതിയിൽ വെള്ളം കയറുന്നതാണോ? എത്രത്തോളം പേരെ ക്യാമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്? പെരിഞ്ഞനം മേഖല തൃശ്ശൂരിന്റെ തീരദേശ മേഖലയാണ്. ദേശീയപാതയുടെ 3 പീടിക ബൈപ്പാസ് കടന്നുപോകുന്ന പ്രദേശത്തുള്ളവരാണ് കൂടുതലായും വെള്ളം കയറി ദുരിതത്തിലായ കുടുംബങ്ങൾ. ഈ പ്രദേശത്തുകൂടി ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നതിനാൽ തന്നെ കാന എല്ലാം തന്നെ മൂടിക്കിടക്കുകയാണ്. മഴ പെയ്തിറങ്ങുന്ന വെള്ളം വീടുകളിലേക്കും മറ്റും ഇരച്ചു കയറുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി പ്രദേശവാസികൾ പറയുന്നത്. ഏകദേശം 30ഓളം പേരാണ് ഇപ്പോൾ ക്യാമ്പിൽ ഉള്ളത്. 10ഓളം കുടുംബങ്ങളെയാണ് ബന്ധുവീടുകളിലേക്കും മറ്റും മാറ്റിയിട്ടുള്ളത്. ദേശീയപാതയോരത്ത് തന്നെ ഉള്ള നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റിയത്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ കാനകൾ മൂടിപ്പോയത് വെള്ളക്കെട്ടിന് കാരണമായെന്നാണ് ഈ സ്ഥലത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയത്. ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ പെരിഞ്ഞനത്ത് വലിയ തോതിൽ മഴയെ തുടർന്ന് വെള്ളക്കെട്ടുണ്ടായതിനെ തുടർന്ന് ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്.